ഹലോ ഗായ്സ്, അപ്പോൾ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ മുതൽ നമുക്ക് ബിഗ് ബാങ്ക് വീക്കാണ് തുടങ്ങിയിരിക്കുന്നത്. എല്ലാ പ്രാവശ്യവും എല്ലാ സീസണിലും ഒരു വീക്കുണ്ട്, മണി വീക്ക്. ഒരു പണപ്പെട്ടി എടുത്ത് വെക്കും, അതിനകത്ത് 10 ലക്ഷം രൂപയും 8 ലക്ഷം രൂപയും ഒക്കെ എടുത്ത് വെച്ചിരിക്കും. അത് ആരെങ്കിലും എടുത്തുകൊണ്ട് പോകും. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല, സായിക്കണ്ണൻ സീക്രട്ട് ഏജൻറ്റ് ഒരു 5 മിനിറ്റ് തിരിഞ്ഞു നോക്കിയതും ബാഗ് എടുത്തുകൊണ്ട് പോകണം. അതൊരു നിമിഷം 1 മണിക്കൂർ പോട്ടൊരു ഒരു മണിക്കൂറെങ്കിലും ആൾക്കാർക്കൊന്ന് കാണാൻ എന്താണ് സംഭവിക്കുന്നത്, ആരെങ്കിലും ഒരു ഡിസിഷൻ എടുക്കാൻ, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും തമ്മിലൊന്ന് നോക്കാൻ, ആ മണി ബാഗ് ഒന്ന് കാണാൻ പോലും സാധിക്കാതെ നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് അത് അടിച്ചെടുത്തുകൊണ്ട് പോണത് ഒരു കാഴ്ച നമ്മുടെ മനസ്സിൽ നിന്ന്. ഈ മണി ബാങ്ക് എന്ന് കേൾക്കുമ്പോൾ തന്നെ പഴയതൊക്കെ നമുക്ക് മറക്കുവാണ്. ഇതാണ് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്ന ഒരു സംഭവം അല്ലേ. അപ്പോൾ അതുപോലെ ഈ വീക്കിലും ഈ സീസണിലും സീസൺ 7 ഉണ്ടാവും എന്നാണ് എല്ലാവരും വിചാരിച്ചത്. അതിനെക്കുറിച്ച് ഭയങ്കര ചർച്ചയായിരുന്നു ഗൈസ്. നമ്മൾ ലൈവ് കാണുന്നവർക്കെല്ലാം അറിയാം, ചർച്ചയെന്ന് പറഞ്ഞാൽ കൂലംകുഷിതമായ ചർച്ചയിൽ ഒന്നാമതായിട്ട് ചർച്ച ചെയ്ത ആദിലയാണ്. ആദിലയ്ക്ക് ഈ മണി ബാഗ് എടുത്തുകൊണ്ട് വലിയ ആഗ്രഹമായിരുന്നു. അതുപോലെ തന്നെ നെവിന്, പിന്നെ സാബു മോന്, അക്ബറിന് ഒക്കെ എല്ലാവർക്കും ഇവരെല്ലാം ചർച്ച ചെയ്ത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത്, ഞാൻ കണ്ടിട്ടുള്ളതാണ്, ചിലപ്പോൾ നിങ്ങൾ ആരാണ് കണ്ടിട്ടുള്ളത്, നിങ്ങൾക്ക് അങ്ങനെ ആരെങ്കിലും ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട് എങ്കിൽ എതിരഭിപ്രായമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഞാൻ കണ്ടത് ആദിലയാണ്. ആദിലയ്ക്കാണ് ഈ ഒരു മണി ബാഗ് എടുത്തിട്ട് പോകണം, ടോപ്പ് 5 നൂറിനെ കൊണ്ടുവരിക, എന്നിട്ട് മണി ബാഗ് എടുത്തിട്ട് പോവുക എന്നുള്ളത് ആദിലയുടെ ഒരു ചർച്ചാ വിഷയത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡിസ്കഷൻ ആയിരുന്നു മണി ബാഗുമായിട്ട് സംബന്ധിച്ച്. എന്തായാലും ബിഗ് ബോസ് അത് പൊളിച്ചു കൊടുത്തു. ഇന്നലെ മുതൽ മണി വീക്ക് എന്നുള്ളൊരു എന്ന് പറഞ്ഞാൽ ബിഗ് ബാങ്ക് വീക്ക് എന്നുള്ള ഒരു ഓപ്ഷൻ കൊണ്ടുവന്നു. അതെന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് സത്യം പറഞ്ഞാൽ. നമുക്കൊരു ബോറടിക്കുമായിരുന്നു ഇടയ്ക്ക്, പക്ഷേ ആ ഒരു പൊട്ടിത്തെറിക്കുന്നതൊക്കെ നല്ല രസമായിരുന്നു. ഈ ആഴ്ചയിൽ എവിടെ നിന്ന് വേണമെങ്കിലും പണം കിട്ടാം. അത് സ്റ്റോർ റൂമിൽ നിന്ന് പണം കിട്ടി. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പോയിൻ്റ് എന്ന് പറയുന്നത്, നമ്മുടെ നിവിനുണ്ടല്ലോ, ലാലേട്ടന് ഒരു പണിഷ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ മണി വീക്കിൽ മണി എടുക്കാൻ പറ്റില്ല, മണി കിട്ടില്ല എന്നുള്ളത്. എടുക്കാൻ പറ്റുമെന്നൊന്നും മണി കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നെവിന് അതൊരു വലിയ ഒരു അടിയായി പോയിട്ട്. നെവിനും ഈ മണി ബാഗ് എടുത്തിട്ട് പോകണമെന്ന് വിചാരിച്ച ഒരാളാണ്. അപ്പോൾ എന്തായാലും സ്റ്റോർ റൂമിൽ വെച്ചിട്ട് ഒരു 15,000 രൂപയുടെ ഒരു ചെക്ക് എടുത്തത് നിവിനാണ്. നെവിൻ്റെ കയ്യിൽ കിട്ടി. അപ്പം നെവിന് നൂറ പറഞ്ഞു അതെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എന്തായാലും നെവിൻ, ബിഗ് ബോസ് പറഞ്ഞു നെവിൻ ആർക്കാണ് കൊടുക്കാൻ പറ്റുക എന്ന് ചോദിച്ചു. അങ്ങനെ നെവിൻ അത് അക്ബറിന് കൈമാറി. അക്ബർ ഗൂഗിൾ പേ ഒക്കെ ചെയ്ത് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അക്ബറിനാണ് ആ 15,000 രൂപ കൊടുത്തത്. പിന്നെ അതിനുശേഷം പൊട്ടിത്തെറിക്കുന്ന ഒരു രസമായിരുന്നു കേട്ടോ. പോയി പണം ഇങ്ങനെ പൊട്ടിത്തെറിക്കുക. അപ്പം ഇഷ്ടമുള്ളത് പറക്കാം. 10-ൻ്റെ 20-ൻ്റെ ഒക്കെ ആണ് കിട്ടിയത്. അങ്ങനെ ഓരോരുത്തർക്കും എല്ലാവർക്കും എമൗണ്ട് കിട്ടി. അപ്പോൾ ഒരാൾക്ക് മാത്രമല്ല, ഇതിപ്പോൾ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഈ വീക്ക് കൊണ്ട് എന്തെങ്കിലുമൊക്കെ പണം കിട്ടുന്ന ഒരവസ്ഥയാണ്. അങ്ങനെ ആ ഒരു ടാസ്കും അവിടെ കഴിഞ്ഞു. കുറേ പേർക്കൊക്കെ 1,800 നമ്മുടെ അനീഷേട്ടന് കിട്ടിയത് 1,510 രൂപയാണ്. അപ്പോൾ അങ്ങനെ ഓരോ ആൾക്കാർക്കും പൈസ കിട്ടി. എനിക്ക് അനുമോൾക്ക് എത്രയാണ്, അനുമോൾക്ക് 1,360 അത്രയും കണ്ടാന്ന് തോന്നുന്നു കിട്ടിയത്. എന്തായാലും അനീഷേട്ടന് 1,510 രൂപയാണ് കിട്ടിയത്. അപ്പോൾ ഇതായിരുന്നു മൂന്നാമത്തെ ടാസ്ക് എന്ന് പറയുന്ന മണികിലുക്കം ടാസ്ക് ആയിരുന്നു. തലയിൽ ഒരു മണിയൊക്കെ എടുത്ത് വെച്ചിട്ട് ഇവരിങ്ങനെ മാക്സിമം ബസർ അടിക്കുന്ന സമയത്ത് അനങ്ങാതെ നിൽക്കണം. മീൻസ് മണി കിലുങ്ങാൻ പാടില്ല, അനങ്ങാതെ നിൽക്കണമെന്നില്ല, മണി കിലുങ്ങാൻ പാടില്ല. അപ്പം മണി കിലുങ്ങിക്കഴിഞ്ഞാൽ അനങ്ങിക്കഴിഞ്ഞാൽ മണി കിലുങ്ങുമല്ലോ എന്ന് വെച്ച് എല്ലാവരും ഒരുമാതിരി പ്രതിമയൊക്കെ പോലെ നിൽക്കുന്നുണ്ടായിരുന്നു. ബാക്കിയല്ലാത്ത സമയത്ത് അവർക്ക് അവരുടെ ജോലികളിൽ ഏർപ്പെടാമെന്നായിരുന്നു. പക്ഷേ ആരും ജോലികളിലൊന്നും ഏർപ്പെടാതെ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. ഇത് അക്ബറിന് 15,000 രൂപയുടെ ചെക്ക് അക്ബറിനെന്ന് പറയുമ്പോൾ അക്ബറിൻ്റെ ഒരു എക്സ്പ്രഷനാണ് കേട്ടോ. അക്ബർ തന്നെ പ്രതീക്ഷിച്ചില്ല 15,000 രൂപയുടെ ഇതൊക്കെ കൊടുക്കുന്നു. കാരണം അക്ബറിനെ കൊടുക്കത്തോളം നമുക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ അക്ബറിനെ ചെന്നിട്ട് താങ്ക് യൂടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് പിന്നെ ഷെയ്ക്കാനൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ 15,000. എന്നിട്ട് ഒന്ന് ഞാൻ ഗൂഗിൾ പേ ചെയ്തിരുന്നു. അപ്പോൾ അക്ബർ ആകുമ്പോൾ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കും എന്നുള്ളൊരു സമാധാനമുണ്ട്. എന്തായാലും മണി കിലുക്കത്തിന് ആദ്യം തന്നെ ആദ്യം എല്ലാവരും അങ്ങ് ഭയങ്കര ബോറിംഗ് ആയിരുന്നു. കാരണം ആരും അനങ്ങുന്നില്ല, മണി കിലുങ്ങുന്നില്ല. ലാസ്റ്റ് ബിഗ് ബോസ് തന്നെ പറഞ്ഞു, നിങ്ങൾ ലിവിങ് ഏരിയയിലും കിച്ചൺ ഏരിയയിലും മാത്രം നിൽക്കുക, ഇനി അടുത്ത ബസർ അടിക്കുമ്പോൾ അതുപോലെ തന്നെ ഒറ്റക്കാലിൽ നിൽക്കണമെന്നു. ഒറ്റക്കാലിൽ നിൽക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എല്ലാവർക്കും പോകാൻ തുടങ്ങി. ആദ്യം തന്നെ ഔട്ടായത് എനിക്ക് തോന്നുന്നു, ഒന്നാമതായിട്ട് ഔട്ടായത് ആരാണ്, അനീഷേട്ടനാണോ തോന്നുന്നു. അനീഷേട്ടന് മുമ്പ് ആരും ഔട്ടായിട്ടുണ്ടായിരുന്നല്ലോ. ഒന്നാമതായിട്ട് അനീഷേട്ടനാണ് ഔട്ടായത്. രണ്ടാമതായിട്ട് ഷാനവാസൊക്കെ ഔട്ടായി. മൂന്നാമതായിട്ട് അങ്ങനെ ഓരോരുത്തർ ഔട്ടായി. എന്തായാലും ആ ഒരു ഓരോ ഇതിലും ജയിച്ചത് നമുക്ക് ആദിലയാണ് ജയിച്ചത്. 25,000 രൂപയാണ് ആദില ജയിച്ചത്. 25,000 രൂപയ്ക്ക് ആദിലയാണ് ജയിച്ചത്. ആ ഒരു അവസാനം വരെ ആദിലയാണ് നിന്നത്.
എന്തായാലും ആ ഒരു ഇങ്ങനെ 25,000 രൂപ അതിലേക്ക് ആ ഒരു ഇതിൽ കിട്ടി. 3 ടാസ്ക്കായിട്ട് 3 റൗണ്ടായിട്ടാണ് ചെയ്തത്. ഇന്ന് ബാക്കിയുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും കാശ് കിട്ടുന്നുണ്ട്. ഈ ഒരു മണി വീക്ക് കൊണ്ട് എന്തായാലും എല്ലാവർക്കും കാശ് കിട്ടുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പണം എന്ന് പറയുന്നത് വിജയ്ക്കുള്ള 50 ലക്ഷത്തിൽ നിന്നാണ് കുറയുന്നത്. ഇനി വിജയ്ക്ക് ആകെപ്പാട്ടുള്ളത് 49,210,210 രൂപ മറ്റോ ആണ്. ബാക്കി പൈസ പോയിട്ടുണ്ട് കേട്ടോ. 49,000 ശിഷ്ടം രൂപ ഇവർക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇനി ഉള്ളതെന്ന് പറഞ്ഞാൽ 49,50,210 രൂപ, 250 രൂപ, 230 രൂപ, അങ്ങനെ എന്ത് 270 രൂപ മറ്റോ ആണ്. അത്രയും രൂപയാണ് ഇനി ബാലൻസ് ഉള്ളത്. അപ്പോൾ ഇന്നത്തെയും കൂടി കഴിഞ്ഞാൽ എത്ര രൂപ ഓരോരുത്തർക്ക് കിട്ടുമെന്ന് അറിയാൻ പറ്റും. എന്തായാലും മണി ബാഗ് വേണം, മണി ബാഗ് എടുത്തിട്ട് ഓടണം, മണി ബാഗ് അടിച്ചുകൊണ്ട് പോകണം എന്നൊക്കെ ചിന്തിച്ചവർക്ക് കിട്ടിയൊരു വലിയ പണിയാണ്. ഇതൊരു 7ൻ്റെ പണി തന്നെയാണ്. ഈ സീസണിലെ 7ൻ്റെ പണി എന്ന് ബിഗ് ബോസ് കരുതിയിരുന്നത് എനിക്ക് തോന്നുന്നു ഇതൊക്കെ തന്നെ ആയിരിക്കും. ഒന്നാമതായിട്ട് ആദ്യം നാടോടികട പോലുള്ള ഡ്രസ്സും കൊടുത്തു, ഗോശ്രീ പാർത്തിൻ്റെ കീഴിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഡ്രസ്സും കൊടുത്തു, ഫുഡും കൊടുത്തില്ല. അങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങൾ. അല്ലെങ്കിൽ തന്നെ ബിഗ് ബോസ് ഹൗസിൽ ഫുഡ് കുറവാണ്. പരിപ്പും ഉരുളം കിഴങ്ങൊക്കെ തന്നെ, അതൊക്കെ കഴിക്കാനും കുറച്ച് ബുദ്ധിമുട്ട്, ഹെൽത്ത് ഇഷ്യൂസൊക്കെ വരും. അങ്ങനെയൊക്കെ വിചാരിച്ച് വേണമല്ലോ പോകാൻ. ഇതൊരു സർവൈവൽ ഗെയിം അല്ലേ. അപ്പോൾ സർവൈവ് ചെയ്യുക എന്നുള്ളതാണ് ഈ 100 ദിവസം ഇവർക്ക് എങ്ങനെ. കാരണം ആർഭാടമായ ഫുഡും ഒക്കെ എടുത്ത് സുഖവാസ കേന്ദ്രത്തിന് അല്ല ടൂറിന് പോകുമല്ലോ. അപ്പോൾ ഇതിനെ സർവൈവ് ചെയ്തെങ്കിലല്ലേ ഇവർക്ക് ഓരോ ദിവസവും ചെയ്തു പോയെങ്കിലല്ലേ ഓരോ ദിവസത്തെയും പേയ്മെൻറ്റ് കാര്യങ്ങൾ കിട്ടൂ, ജനങ്ങളുടെ മനസ്സിലേക്ക് ഇടം നേടാൻ പറ്റൂ. അതനുസരിച്ച് കണ്ടൻറ്റുകൾ കൊടുക്കണം. അവരറിയാതെ അറിഞ്ഞുകൊണ്ട് കണ്ടൻറ്റ് എന്നും പറഞ്ഞു. ഈ സീസണിൻ്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ അതായിരുന്നു. കണ്ടൻറ്റ് കൊടുക്കുക എന്ന് പറയല്, പേയ്മെൻറ്റ് വാങ്ങിക്കുക എന്നുള്ള പറയുക, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വന്നു. പക്ഷേ ഇതൊന്നുമില്ലാതെ ഇതൊരു ജീവിതമാണെന്ന്, നമ്മളിവിടെ ജീവിക്കാനാണ് വന്നത്. എല്ലാവരോടും ജീവിക്കുക. അവരുടെ ഇമോഷൻസ്, അത് കരച്ചിലായാലും ദേഷ്യമായാലും സങ്കടമായാലും എല്ലാം അവിടെ ഇമോഷൻസ് പ്രതിഫലിച്ചു കൊണ്ട് തന്നെ ജീവിക്കാൻ കഴിയുന്നതാണ് ഒരു റിയാലിറ്റി ഷോ. അങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞ 1-2 ആൾക്കാർ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. പലരും അതിനകത്ത് അഭിനയിച്ച് ജീവിക്കുമായിരുന്നു. പലരും അഭിനയിക്കാതെയും ജീവിച്ചവരുണ്ട്, അഭിനയിച്ചും ജീവിച്ച ആൾക്കാരുണ്ട്. എന്തായാലും പക്ഷേ ഈ പ്രാവശ്യത്തെ കണ്ടസ്റ്റൻറ്റ് ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ ഭയങ്കര മെച്ചമൊന്നുമില്ല. എല്ലാ സീസണിലെയും കാട്ടി മോശം കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ഈ പ്രാവശ്യത്തെ. ഒരു 3-4 ആൾക്കാർ, 3-4 ആൾക്കാർ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും മോശം കണ്ടസ്റ്റൻറ്റ് തന്നെയായിരുന്നു. പിന്നെ ലാസ്റ്റ് മൊമെൻറ്റ് വന്നപ്പോൾ ഒന്നും കളിക്കാതിരുന്ന നൂറയെ സംബന്ധിച്ച് നൂറയൊക്കെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പല ആൾക്കാരും അവിടെ നിന്നേനെ. ഇവരൊക്കെ നൂറയൊക്കെ ഔട്ടായി പോയേനെ. അപ്പം നൂറയൊക്കെ അവിടെ നിന്നത് എങ്ങനെയാണെന്ന് പോലും നമുക്ക് അതിശയം ഉണ്ടായിരുന്നു. ഒന്നും സംസാരിക്കാതെ ആ നിവിൻ്റെ ഒരൊറ്റ പ്രശ്നത്തിന് നൂറ നിന്നു. ലക്ഷ്മിയുടെ ഒറ്റ ഇതുകൊണ്ട് അതിനെ പറഞ്ഞ് പിടിച്ച് അത് ലക്ഷ്മി പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് നിന്നു. അല്ലാണ്ട് നൂറയോ ഒന്നും ഒരു ഗെയിമും കളിച്ചില്ല. അതിൽ പിന്നെ അനീഷിനെതിരെ കുറച്ച് നെഗറ്റീവ് ഗെയിമെങ്കിലും കളിച്ചു എന്ന് പറയാം. നൂറയൊക്കെ നിന്നത് ഒന്നുമില്ല. പക്ഷേ ലാസ്റ്റിൽ നൂറ തന്നെ, ഒന്നുമില്ല എന്ന് പറഞ്ഞ നൂറ തന്നെ ലാസ്റ്റ് ഈ വീക്കിൽ ടാസ്ക് ജയിച്ച്, 12ാമത്തെ വീക്കിൽ ടാസ്ക് ജയിച്ച് ഫിനാലയിൽ ടോപ്പ് 5 എത്താൻ പറ്റി. അതൊരു വലിയ കാര്യമാണ്. കാരണം അത്രയും നാൾ നിൽക്കാൻ പറ്റിയത് തന്നെ ഇവരുടെ കാരണം. പലരും പിന്നെ ഇതിൽ കൊണ്ടുവന്നിട്ട് നോമിനേഷനിൽ കൊണ്ടുവന്നിട്ടില്ല. ഔട്ടാവേണ്ട സമയത്ത് നല്ല കണ്ടസ്റ്റൻറ്റുകൾ പോയ സമയത്ത് നൂറ അവിടെ നിൽക്കുവാണ്. അതുപോലെ തന്നെ നൂറ പിന്നെ അതിനേക്കാൾ മോശമായിട്ട് പലരും അവിടെ ഒരു നെഗറ്റിവിറ്റി കാണിച്ചതുകൊണ്ട് അവരെ പുറത്താക്കാൻ വേണ്ടി നൂറയെ കൂട്ട് ചെയ്ത ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെയാണ് പല ആൾക്കാർ. ഇപ്പോൾ സാബുമാൻ എങ്ങനെ നിൽക്കുന്നത് അതുപോലെയാണ് നൂറയൊക്കെ പല സമയത്ത് നിന്നത്. അതുകൊണ്ട് തന്നെ ടോപ്പ് 5 നൂറ അവസാനത്തെ വീക്കിൽ കഠിനാധ്വാനം എന്ന് പറഞ്ഞാൽ ഫിസിക്കലൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടാണ് നൂറ എന്തായാലും ടോപ്പ് 5 എത്തിയത്. അത് അർഹതപ്പെട്ട വിജയം തന്നെയായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ ലൈവിൽ രാവിലെ മോർണിംഗ് ആക്ടിവിറ്റിയൊക്കെ കഴിഞ്ഞു. രാവിലെ അനീഷേട്ടനും അനുമോളും രാവിലെ കിച്ചണിലുണ്ടായിരുന്നു. അവർ തമ്മിലുള്ള ചെറിയ നല്ല അടിപൊളി മുഹൂർത്തങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അങ്ങനെ മോശമായിട്ട് ചേർത്തിട്ടല്ല ഒന്നും പറയുന്നത്. അത് കാണുമ്പോഴുള്ള നമ്മുടെ സന്തോഷമാണ്. അവർ സ്നേഹമുണ്ടോ ലവ് ഉണ്ടോ ഇതൊന്നുള്ളതൊന്നും നമ്മുടെ വിഷയമേ അല്ല. നമ്മളത് കാണുമ്പോൾ നമുക്കതൊരു ഇഷ്ടം. അത് ലവ് ആണെങ്കിൽ എന്തായാലും അത് ആർക്കും മാനസികമായിട്ടുള്ള വിഷമങ്ങൾ നാളെ ഉണ്ടാകാതിരിക്കട്ടെ. അത് അനീഷേട്ടനായാലും അനുമോൾക്കായാലും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കമൻറ്റിൽ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാനൊന്ന് മെൻഷൻ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ അതെന്തായാലും അത് അവരുടെ മാത്രം കാര്യമാണ്, നമ്മുടെ ഒന്നും കാര്യമല്ല. പക്ഷെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോ ആയതുകൊണ്ട് നമ്മുടെ ഒരു ഇഷ്ടം നമ്മൾ പറയുന്നു. ഇപ്പോൾ അനുമോൾക്ക് ഇഷ്ടമാണെങ്കിൽ അനുമോൾ അവരൊരുമിക്കട്ടെ, അല്ലെങ്കിൽ നല്ല ഫ്രണ്ട്സ് ആണെങ്കിൽ അവർ നല്ല ഫ്രണ്ട്സ് ആയിട്ടിരിക്കട്ടെ. എന്തായാലും അനീഷേട്ടനെ നമുക്ക് ഇഷ്ടമായതുകൊണ്ട്, അനീഷേട്ടനെ ഞാൻ എപ്പോഴും പറഞ്ഞല്ലോ, അനീഷേട്ടനെ ഇഷ്ടമായതുകൊണ്ട് അനീഷേട്ടനെ നാളെ, കാരണം പുള്ളി ഒരു ഗ്രാമത്തിൻ്റെ നിഷ്കളങ്കതയുള്ള, ഞാനും ഒരു തൃശ്ശൂക്കാരിയാണ്, നമ്മുടെ ഗ്രാമത്തിൻ്റെ നിഷ്കളങ്കത നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളായതുകൊണ്ട് ആ ഒരു ഗ്രാമത്തിൻ്റെ നിഷ്കളങ്കതയുള്ള ഒരു മനുഷ്യനായതുകൊണ്ട് അവളെയും ഇഷ്ടമായതുകൊണ്ട് അവർ തമ്മിൽ ഒന്നിച്ചാൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ അവരുടെ ഒരു സ്നേഹം നല്ലതാവട്ടെ. അത് ഏതൊരു തരത്തിലുള്ള, ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ആയാൽ എന്താണ്, ഫ്രണ്ട്ഷിപ്പിലാണ് നമ്മളിത് അങ്ങനെ പറയുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? എന്തായാലും പക്ഷേ അനീഷേട്ടന് വോട്ട് ചെയ്യേണ്ടവർ അനീഷേട്ടൻ തന്നെ വോട്ട് ചെയ്യുക, അനുവിന് വോട്ട് ചെയ്യേണ്ടവർ അനു